ചലഞ്ച് ചെയ്തിട്ട് ഫൈറ്റിലേക്ക് വരും. റീസൺ ടോട്ടലി ഫുള്ളി എൻഗേജ് ആയിട്ടാണ് നല്ല ഒരു നല്ല എൻഗേജ് ആയിട്ട് നല്ല പഞ്ചായത്തിൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. മേക്കിംഗ് ഉഷാറാണ്, അടിപൊളി മേക്കിംഗ് ആണ്. ഈ പറഞ്ഞ ഡയറക്ഷൻ, ക്യാമറ ഒട്ടും ലാഗ് ഇല്ലാണ്ട് നല്ല രീതിയിൽ പടം മേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ജസ്റ്റിന്റെ മ്യൂസിക് BGM എല്ലാം പവറാണ്, നല്ല ഗംഭീരം. വിജയരാഘവൻ വരുന്നത് കുറച്ച് ഹാഫിൽ വരുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി പവറായിട്ട് നമ്മൾ കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിലേക്കാണ്. നല്ല ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ, അത് ഒരു 23 ക്യാരക്ടർ, നല്ല ട്രെയിനർ ഉള്ള ഒരു ഭയങ്കര രസമായിട്ടുണ്ട്. വിജയരാഘവൻ ഗംഭീരമായിട്ട്, പെപ്പെ അതുപോലെ വില്ലൻ ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും എടുത്തു പറയുന്ന കുട്ടി ആ മോളായിട്ട് അഭിനയിച്ച നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പെർഫെക്റ്റ് ഒരു മൂവിയാണ്, നല്ല ഗംഭീരമായിട്ടുള്ള മൂവിയാണ്. പൊളിയോടാ ഇല്ലം പടം കിണ്ടിയാണ് ബോക്സിംഗ് നാടകടിയൊക്കെ വിട്ട് ഇന്റർനാഷണൽ ഇടിയപ്പോ നാടകടിക്ക് വിട്ട് ഇന്റർനാഷണൽ ബോക്സിംഗ് പൊളി ബോക്സിംഗാ. ബോക്സിംഗ് ആയിട്ട് വരുന്ന ചേർന്ന പൊളിയാ, ഒരു രക്ഷയില്ല. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്, ഫാമിലി അറ്റാച്ച്മെന്റ് അടിപൊളിയാണ്. പെപ്പയുടെ ലിജോയുടെ ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ല ഫീലിംഗ് ആണ്. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമാണ്, പണം നല്ല ബോക്സിംഗ് ആണ്, എല്ലാം നല്ല രസമാണ് പറയാൻ. വിജയ പൊളിയാ, വീഡിയോ കാണാൻ നല്ല ലുക്ക്, നമ്മളെ പഴയ നാഗസ്പീ ലുക്കൊക്കെയാ. ഈശോയൊക്കെ പിരിച്ച് പൊളി ലുക്ക്, കിടിലായിട്ടുണ്ട്, പൊളിച്ചടിക്കുന്നുണ്ട് പെപ്പെ, കിടില. ദാവീദ് പൊളിച്ചടിക്കും. ഈ പോയി 3 പടങ്ങളിൽ ഇറങ്ങിയാലും ദാവീദ് ഹിറ്റാ, ഉറപ്പാ, ബ്ലോക്ക് ബസ്റ്ററാ, കിടിലം പടം. ഒന്നും നോക്കണ്ട, ദാവീദ് ഇങ്ങനെ എടുത്തു നല്ല പടമായിരുന്നു, ട്രാൻസ്ഫർമേഷൻ നല്ലായിരുന്നു, കൊച്ചിന്റെ ആക്ടിങ് വാസ് റിയലി ഗുഡ്. പിന്നെ സ്പെഷ്യൽ മെൻഷൻ വിവേക് മാനേരാൻ, ഞങ്ങളെല്ലാരും ഹാപ്പിയാണ്, കോൺഫിഡന്റ് ആണ്. ഇനി ബാക്കി നിങ്ങളെല്ലാരും നല്ലായിരുന്നു. വന്നിട്ടുണ്ട്, നമ്മളെല്ലാരും ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പടം വർക്ക് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നും പറയില്ല, അടിപൊളി. സൈജു ചേട്ടന്റെ വൈഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാരും വന്ന് കാണണം, നല്ല സൂപ്പർ, നല്ല ഇടിപ്പടമാണ്. ഹായ്, എന്റെ പേര് അമൽ ജോൺ. ഞാനും ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യ പടമാണ്, നിങ്ങളെല്ലാവരും വന്ന് കാണണം. ദാവീദ് അടിപൊളി പടം, പൊളിക്കാം. ഞാനൊരു റിയൽ ഫൈറ്റർ ആണ്, അതുകൊണ്ട് ഈ ബോക്സിംഗ് പടം എല്ലാവർക്കും നല്ലൊരു സ്പോർട്സിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ നല്ലൊരു അവസരവും കൂടിയാണ്. ഈ ബോക്സിംഗ് പടം സൂപ്പറാണ്, സൂപ്പർ നൈസ്. നല്ല പടം, അടിപൊളി പടമാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്തായാലും കാണണം. എങ്ങനെ ബോക്സിംഗ് അടിപൊളി. മലയാളത്തിൽ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടില്ല, ബോക്സിംഗ് സ്പോർട്സ് ആയിട്ടുള്ള ഒരു നാടൻ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല പഞ്ചിങ് ആണ്, നല്ല പവർഫുൾ മൂവിയാണ്. റിയൽ ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ബോക്സിംഗ് ഇല്ല, എങ്കിൽ പോലും കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓക്കെയാണ്, അതിനകത്ത് സെറ്റാണ് പടം. അടിപൊളി പടം, സൂപ്പർ. ഇങ്ങനെ ഫുൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റിയ നല്ല പടമാണ്. തിയേറ്ററിൽ തന്നെ വന്നതാണ്. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടും. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പെപ്പയുടെ ആണെങ്കിലും സൈജു കുറുപ്പാണെങ്കിലും അതുപോലെ പെപ്പയുടെ മോളായിട്ട് അഭിനയിച്ചിരുന്ന കുട്ടിയും എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇതാണ് BGM ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മൂവി നല്ല ഹിറ്റാവും. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട മൂവിയാണ്, നല്ല അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഇന്റർനാഷണൽ ലെവലിലാണ് ഈ ബോക്സിംഗ് കാണിച്ചിരിക്കുന്നത്. ഒന്നും പറയില്ല, പുള്ളിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒന്നും പറയില്ല. പുള്ളിയുടെ ഫൈറ്റ് ഒക്കെ പുള്ളി പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു, പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ എന്നവർക്ക് കാണാൻ പറ്റിയൊരു അടിപൊളി പടം. കോമഡി ഒക്കെ നല്ല വർക്കൗട്ട് ചെയ്തു. ചെറിയ അവിടെ ഇവിടെയൊക്കെയാണ് കോമഡി എങ്കിലും ഉള്ളത് അടിപൊളിയാണ്. എങ്ങനെ സ്പോർട്സ്, അതായത് ബോക്സിങ്ങിന് പറ്റിയ ഒരു പടം. പുള്ളി രണ്ടൊരു ക്യാരക്ടറിലാണ്, ഒന്ന് പഴയ കാലഘട്ടമുണ്ട്, പുതിയ കാലഘട്ടം. പഴയ കാലഘട്ടത്തിൽ നല്ലൊരു വെറൈറ്റി ലുക്കിലാണ് വന്നത്. ബോക്സിങ്ങിന്റെ പരിക്കാണ് അപ്പൊ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. അടിപൊളി, നല്ല കിഞ്ചലടി പടം, ഒന്നും പറയാം. ആദ്യമൊക്കെ കണ്ടിട്ട്, പക്ഷെ അതല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു ബോക്സിങ്, അതായത് പ്രൊഫഷണൽ ബോക്സിങ് ഇതിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു രീതി. പിന്നെ കോമഡി ഉണ്ട്, ഫാമിലീസിന് കാണാൻ പറ്റിയ പടം. BGM ഒക്കെ അടിപൊളി, മേക്കിംഗ് ഒക്കെ
ഒരു അപ്പുറത്ത്